ആറ്റുകാൽ ജ്യോതിശാസ്ത്ര പരിപാടിയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. (2025) ജൂൺ മാസം 8 മുതൽ 14 വരെയുള്ള വാരഫലമാണ് ഇപ്പോൾ ചിന്തിക്കുന്നത്. മേടരാശി. അശ്വതി, ഭരണി, കാർത്തിക നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 15 നാഴി ചേരുന്ന 2.25 നക്ഷത്രമാണ് മേടരാശി. മേടരാശിക്കാർക്ക് ഈ വാരം പൊതുവെ അനുകൂലമായിട്ടുള്ള സമയമാണ്. കലാപരമായി ബന്ധപ്പെട്ട് തൊഴിൽ ചെയ്യുന്നവർക്ക് പുതിയ അവസരങ്ങളൊക്കെ ലഭിക്കാൻ സാധ്യതയുണ്ട്. വിശേഷ വസ്ത്രാഭരണാദി ലാഭങ്ങളൊക്കെ പ്രതീക്ഷിക്കാം. സഹോദരാദി ഗുണം ഈ വാരത്തിലുണ്ടാകും. ദാമ്പത്യ സുഖം പ്രതീക്ഷിക്കാം. ഉന്നത വിദ്യയ്ക്ക് ആഗ്രഹിക്കുന്നവർക്ക് ആഗ്രഹ സാഫല്യം ഉണ്ടാകും. വിദേശത്തൊക്കെ ജോലി ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് അനുകൂലമായിട്ടുള്ള സമയമാണ്. പൊതുവെ വാരം നല്ലതാണ്. ഇടവരാശി. കാർത്തിക മുക്കാലും രോഹിണിയും അകേരത്തിൻ്റെ ആദ്യത്തെ 30 നാഴിയും കൂടി ചേരുന്ന 2.25 നക്ഷത്രമാണ് ഇടവരാശി. ഇടവരാശിക്കാർക്ക് ഈ വാരം മാതാവിനോ മാതൃബന്ധുക്കൾക്കോ ശാരീരിക അസ്വസ്ഥതകളും ബുദ്ധിമുട്ടും അനുഭവപ്പെടാൻ സാധ്യതയുണ്ട്. ചെലവുകൾ വർദ്ധിക്കാൻ സാധ്യതയുണ്ട്. എങ്കിലും സാമ്പത്തിക നേട്ടവും മനസ്സമാധാനവും അഭിവൃദ്ധിയും നേടാം. ഉന്നത വിദ്യയ്ക്ക് പൊതുവെ അനുകൂലമായിട്ടുള്ള സമയമാണ്. സാമ്പത്തികമായിട്ടുള്ള എല്ലാ ഇടപാടുകളിലും വളരെ അനുകൂലമായിട്ടുള്ള സമയമാണ്. എങ്കിലും വളരെ ശ്രദ്ധിക്കണം. കർമ്മസംബന്ധമായിട്ട് നേട്ടങ്ങളുണ്ടാവും. പ്രമോഷനൊക്കെ സാധ്യത വളരെ കൂടുതലാണ്. ഉദ്ദേശിക്കുന്ന പല കാര്യങ്ങളിലും വിജയ സാധ്യത തെളിഞ്ഞു വരും. ആരോഗ്യനില മെച്ചമായിരിക്കും. ആഗ്രഹ സാഫല്യം ഉണ്ടാവും. പുതിയ തൊഴിലവസരങ്ങളൊക്കെ തേടി വരും. പൊതുവെ വാരം നല്ലതാണ്. മിഥുനരാശി. മകയിരത്തിൻ്റെ അവസാനത്തെ 30 നാഴികയും തിരുവാതിരയും പുണർത്തിൻ്റെ മുക്കാലും കൂടെ ചേരുന്ന 2.25 നക്ഷത്രമാണ് മിഥുനരാശി. മിഥുനരാശിക്കാർക്ക് പൊതുവെ ഈ വാരം ചെലവുകൾ വർദ്ധിക്കും. ആരോഗ്യപരമായിട്ട് അത്ര നല്ല സമയമല്ല. കർമ്മസംബന്ധമായിട്ട് പല വിധത്തിലുള്ള പ്രയാസങ്ങളുണ്ടാകും. കണ്ടാശനി കാലമാണ്. ജന്മവ്യാടനും കണ്ടാശനി നിൽക്കുന്ന സമയമാണ്. പല വിധത്തിലുള്ള ദുരിതങ്ങളും പ്രയാസങ്ങളും മാനസികമായ ടെൻഷനും ശത്രുദോഷങ്ങളും അനുഭവപ്പെടാൻ സാധ്യതയുണ്ട്. സഹോദര സ്ഥാനീയരുമായിട്ട് അഭിപ്രായ വ്യത്യാസങ്ങളോ കലഹങ്ങളോ വരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഉന്നത വിദ്യയ്ക്ക് വളരെ അനുകൂലമായിട്ടുള്ള സമയമാണ്. സ്വന്തമായിട്ട് ബിസിനസ്സൊക്കെ ചെയ്യുന്നവർക്ക് അത്ര അനുകൂലമായിട്ടുള്ള സമയമല്ല. സാമ്പത്തിക ഞെരുക്കം അനുഭവപ്പെടും. കടം വർദ്ധിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ലോൺ എടുക്കുന്നതും കടം വാങ്ങിക്കുന്നതും കടം കൊടുക്കുന്നതൊക്കെ വളരെ സൂക്ഷിക്കണം. പിതാവിനോ പിതൃബന്ധുക്കൾക്കോ അല്പമാത്രമുള്ള അരിഷ്ടതയൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഭൂമി സംബന്ധമായിട്ടുള്ള ക്രയവിക്രയങ്ങളിലൊക്കെ വളരെ സൂക്ഷിക്കുക. നഷ്ടപ്പെടാതിരിക്കാൻ വളരെ ശ്രദ്ധിക്കുക. ഏതായാലും തൊഴിൽപരമായിട്ടും ആരോഗ്യപരമായിട്ടും കുറച്ച് പ്രയാസങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുള്ളതുകൊണ്ട് എല്ലാ വിധത്തിലും മുൻകരുതലെടുക്കുന്നത് നന്നായിരിക്കും. ആവശ്യമില്ലാത്ത ടെൻഷൻ ഒഴിവാക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഏതെങ്കിലും വിധത്തിൽ ശാരീരിക ക്ലേശങ്ങളുണ്ടെങ്കിൽ പൂർണ്ണമായിട്ടും അത് കൃത്യസമയത്ത് ഡോക്ടറെ കാണാനും മരുന്ന് കഴിക്കാനൊക്കെ ഇറങ്ങി പുറപ്പെടാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ദോഷങ്ങളൊക്കെ മാറിക്കിട്ടാൻ വിഷ്ണുപ്രീതി വരുത്തുക. വിഷ്ണുവിൻ്റെ പാൽപ്പായസം കഴിപ്പിക്കുക. അടുത്തുള്ള കൃഷ്ണൻ്റെ അമ്പലത്തിൽ പോയി പ്രാർത്ഥിക്കുക. ദോഷങ്ങളൊക്കെ മാറി ഐശ്വര്യം ഉണ്ടാകും. മഹാസുദർശന യന്ത്രം ധരിക്കുന്നതും നന്നായിരിക്കും. കർക്കിടകരാശി. പുണർത്തിൻ്റെ അവസാനത്തെ 15 നാഴികയും പൂയവും ആയില്യം കൂടെ ചേരുന്ന 2.25 നക്ഷത്രമാണ് കർക്കിടകരാശി. കർക്കിടകരാശിക്കാർക്ക് ഈ വാരം ചെലവുകൾ വർദ്ധിക്കാൻ സാധ്യതയുണ്ട്. മാതാവിനോ മാതൃബന്ധുക്കൾക്കോ അരിഷ്ടതയുണ്ടാവും. വാഹന സംബന്ധമായിട്ട് ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ സാധ്യതയുണ്ട്. ദാമ്പത്യ സുഖം പ്രതീക്ഷിക്കാം. ബന്ധുജന വിരോധം ഉണ്ടാവും. അധിക ചെലവുകളുണ്ടാവും. കടം വർദ്ധിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. ആരോഗ്യപരമായിട്ടും അത്ര നല്ല സമയമല്ല. ചെറിയ ചെറിയ ക്ലേശങ്ങളോ ബുദ്ധിമുട്ടോ പ്രയാസങ്ങളോ വീഴ്ചകളോ മുറിവുകളോ അപകടങ്ങളോ അല്ലെങ്കിൽ ധനനഷ്ടങ്ങളോ വരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. സാമ്പത്തികമായിട്ടുള്ള ധനനഷ്ടത്തിനുള്ള സാധ്യത ഈ വാരത്തിൽ കൂടുതലാണ്. എല്ലാ കാര്യങ്ങളും ശ്രദ്ധിക്കുക. സംസാരം നിയന്ത്രിക്കാനും പ്രത്യേകം ശ്രദ്ധിക്കുക. ദോഷപരിഹാരമായിട്ട് വിഷ്ണുപ്രീതി വരുത്തുന്നത് വളരെ നന്നായിരിക്കും. ബുദ്ധിമുട്ട് പ്രയാസങ്ങളൊക്കെ മാറി ഐശ്വര്യം ഉണ്ടാവും. ചിങ്ങരാശി. മകം, പൂരം, ഉത്തരം നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 15 നാഴി ചേരുന്ന 2.25 നക്ഷത്രമാണ് ചിങ്ങരാശി. ചിങ്ങരാശിക്കാർക്ക് ഈ വാരം ദാമ്പത്യ കലഹവും ബന്ധുജന വിരോധവും ശാരീരിക ക്ലേശങ്ങളും ശത്രുദോഷങ്ങളും അലച്ചിലും അനുഭവപ്പെടാൻ സാധ്യതയുണ്ട്. ദമ്പതികൾ തമ്മിൽ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാകാം. വിരഹ ദുഃഖത്തിന് സാധ്യത വളരെ കൂടുതലാണ്. ജോലി സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്കോ മറ്റെന്തെങ്കിലും കുടുംബ പ്രശ്നങ്ങൾ കാര്യത്തിനോ പിണങ്ങി നിൽക്കേണ്ട അവസ്ഥകളൊക്കെ ഉണ്ടാവും. മുൻകോപം കഴിയുന്നത് കുറയ്ക്കുന്നത് വളരെ നന്നായിരിക്കും. ഉദര സംബന്ധമായിട്ടുള്ള അസുഖങ്ങളുണ്ടാവും. ഏതെങ്കിലും വിധത്തിൽ ശാരീരികമായിട്ട് ബുദ്ധിമുട്ട് വന്ന് ആശുപത്രിയായിട്ട് ബന്ധപ്പെടേണ്ട അവസ്ഥകളുണ്ടാവും.
ആശുപത്രി വാസത്തിന് സാധ്യതയുണ്ട്. പിന്നെ ശത്രുക്കൾ വർദ്ധിക്കാൻ സാധ്യതയുണ്ട്. ചെലവുകൾ വർദ്ധിക്കും. എല്ലാ രീതിയിലും കുറച്ച് മോശപ്പെട്ട സമയമാണ് പൊതുവേ ഈ വാരം. അത്ര നല്ല സമയമല്ല. പ്രത്യേകിച്ച് ദാമ്പത്യപരമായിട്ട് ബുദ്ധിമുട്ട് വരാം. ദേവി ഭഗവതി ക്ഷേത്രത്തിൽ പോകുന്നു, പ്രാർത്ഥിക്കുന്നത് നന്നായിരിക്കും. സർപ്പപ്രീതി വരുത്തുക. മണ്ണാറശാലയോ പാമ്പുമേക്കായിട്ടൊക്കെ പോകുന്നതും പ്രാർത്ഥിക്കുന്നതൊക്കെ വളരെ നന്നായിരിക്കും. ബുദ്ധിമുട്ടും പ്രയാസങ്ങളൊക്കെ മാറി ഐശ്വര്യം ഉണ്ടാകും. ദോഷപരിഹാരമായിട്ട് ത്രിപുര സുന്ദരി യന്ത്രം ധരിക്കുന്നത് നല്ലതാണ്. കന്നിരാശി. ഉത്തരത്തിൻ്റെ മുക്കാലും അത്തവും ചിത്രയുടെ ആദ്യത്തെ 30 നാഴികയും കൂടി ചേരുന്ന 2.25 നക്ഷത്രമാണ് കന്നിരാശി. കന്നിരാശിക്കാർക്ക് ഈ വാരം ദാമ്പത്യപരമായിട്ടും തൊഴിൽപരമായിട്ടും കുറച്ചൊരു ബുദ്ധിമുട്ടും പ്രയാസങ്ങളും അനുഭവപ്പെടുന്ന സമയമാണ്. ബന്ധുജന വിരോധം ഉണ്ടാകും. ഉദര സംബന്ധമായിട്ടുള്ള അസുഖത്തിന് സാധ്യത വളരെ കൂടുതലാണ്. കലഹം വരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. വിവാഹ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്ക് തടസ്സങ്ങൾ വരാം. തൊഴിൽപരമായിട്ട് തടസ്സങ്ങൾ വരാം. തൊഴിൽ നഷ്ടപ്പെടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അന്യദേശത്തായാലും നാട്ടിലായാലും ജോലി സംബന്ധമായിട്ടുള്ള പല വിധത്തിലുള്ള വിഷമങ്ങൾ അനുഭവപ്പെടാനുള്ള സാധ്യത കാണുന്നുണ്ട്. ഇവിടെ തൊഴിൽ രംഗത്ത് വളരെയധികം സൂക്ഷിക്കേണ്ട സമയമാണ്. തൊഴിൽ തടസ്സം മാറിക്കിട്ടാൻ വിഷ്ണുപ്രീതി വരുത്തുക. കൃഷ്ണൻ്റെ അമ്പലത്തിൽ പോവുക, പ്രാർത്ഥിക്കുക. ദോഷങ്ങളൊക്കെ മാറി ഐശ്വര്യം ഉണ്ടാവും. തുലാം രാശി. ചിത്രയുടെ അവസാനത്തെ 30 നാഴികയും ചോദ്യയും വിശാഖത്തിൻ്റെ മുക്കാലും കൂടെ ചേരുന്ന 2.25 നക്ഷത്രമാണ് തുലാരാശി. കലാപരമായി ബന്ധപ്പെട്ട് തൊഴിൽ ചെയ്യുന്നവർക്ക് പുതിയ അവസരങ്ങൾ ലഭിക്കും. ഭാഗ്യപുഷ്ടി അനുഭവപ്പെടും. മാതൃപിതൃ ഗുണം ഈ വാരത്തിലുണ്ടാവും. കർമ്മ സംബന്ധമായിട്ട് നേട്ടങ്ങളുണ്ടാവും. ഉദ്ദേശിക്കുന്ന പല കാര്യങ്ങളിലും വിജയസാധ്യത ഉണ്ടാവും. സ്വന്തമായിട്ട് വീട് വയ്ക്കുന്നതിനും വാഹനം വാങ്ങിക്കുന്നതിനും അനുകൂലമായിട്ടുള്ള സമയമാണ്. ആഗ്രഹ സാഫല്യം ഉണ്ടാവും. പൊതു ഈ വാരം നല്ലതാണ്. ചെറിയ രീതിയിലുള്ള ശാരീരിക ക്ലേശങ്ങൾ ഒഴിച്ചാൽ വളരെ നല്ല സമയമാണ് ഈ വാരം. വൃശ്ചികരാശി. വിശാഖത്തിൻ്റെ അവസാനത്തെ 15 നാഴികയും അനിഴവും തൃക്കേട്ടയും കൂടെ ചേരുന്ന 2.25 നക്ഷത്രമാണ് വൃശ്ചികരാശി. സന്താനങ്ങളാൽ മനസ്സമാധാനക്കുറവോ വിഷമങ്ങളോ പ്രയാസങ്ങളോ അനുഭവപ്പെടും. ആരോഗ്യപരമായിട്ട് അത്ര നല്ല സമയമല്ല. ഉന്നത വിദ്യയ്ക്ക് തടസ്സം വരാൻ സാധ്യതയുണ്ട്. ശത്രുക്കൾ വർദ്ധിക്കും. മുൻകോപം പിടിവാശി കഴിയുന്നത് കുറയ്ക്കണം. വിദേശയാത്രയ്ക്കും തടസ്സങ്ങൾ വരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. സാമ്പത്തികമായിട്ടുള്ള എല്ലാ ഇടപാടുകളിലും വളരെ സൂക്ഷിക്കേണ്ട സമയമാണ്. തൊഴിൽപരമായിട്ട് ശത്രുക്കളുണ്ടാവും. തൊഴിൽപരമായിട്ട് പല വിധത്തിലുള്ള പ്രതിസന്ധികളൊക്കെ തരണം ചെയ്യേണ്ടി വരും. ബുദ്ധിമുട്ടുകളും പ്രയാസം തൊഴിൽപരമായിട്ട് അനുഭവപ്പെടാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ദോഷ പരിഹാരമായിട്ട് വിഷ്ണുപ്രീതി വരുത്തുക, ശുഭാപ്രീതി വരുത്തുക. ദോഷങ്ങളൊക്കെ മാറി ഐശ്വര്യം ഉണ്ടാവും. ധനുരാശി. മൂലം പൂരാടം ഉത്രാടത്തിൻ്റെ ആദ്യത്തെ 15 നാഴി ചേരുന്ന 2.25 നക്ഷത്രമാണ് ധനുരാശി. ധനുരാശിക്കാർക്ക് പൊതുവെ ഈ വാരം ദാമ്പത്യ സുഖവും മനസ്സന്തോഷവും ഭാഗ്യപുഷ്ടിയും ഐശ്വര്യവും സൽകീർത്തിയും സമ്പത്തും പ്രതീക്ഷിക്കാം. ഗൃഹവാഹനാദി ഗുണം ഈ വാരത്തിലുണ്ടാവും. മാതൃപിതൃ ഗുണം ഈ വാരത്തിൽ പ്രതീക്ഷിക്കാം. ആഗ്രഹ സാഫല്യം ഉണ്ടാവും. വളരെ നാളുകളായിട്ട് കഷ്ടപ്പെടുന്ന ധനുരാശിക്കാർക്ക് ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ഉയർച്ചകൾ, പ്രൊമോഷന്, സാമ്പത്തിക അഭിവൃദ്ധി, ശത്രുക്കളിൽ നിന്നുള്ള നേട്ടങ്ങൾ എല്ലാം ഈ വാരത്തിലുണ്ടാകാൻ സാധ്യതയുണ്ട്. എന്തെങ്കിലും വിധത്തിൽ അപകീർത്തിയോ കേസോ വഴക്കൊക്കെ ഉണ്ടായാൽ അത് കേസിനൊക്കെ പോയി കഴിഞ്ഞാൽ വിജയിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ചിലപ്പോൾ രാഷ്ട്രീയ രംഗത്തോ സിനിമാ രംഗത്തുള്ളവരൊക്കെ അപകീർത്തിപ്പെടുത്തുന്നു എന്നൊക്കെ പറഞ്ഞ് പരാതി കൊടുത്താൽ ചിലപ്പോൾ ഈ സമയത്ത് അത് വിജയസാധ്യത തെളിഞ്ഞു വരും. അവർക്ക് പരാതി കൊടുത്തവർക്കും ചിലപ്പോൾ നഷ്ടം വരാൻ സാധ്യത വളരെ കൂടുതലാണ്. എല്ലാ കേസുകളും കളയേണ്ടി വരും. അതായത് കേസോ വഴക്കോ പ്രശ്നങ്ങളുള്ളവർക്ക് അതിൽ നിന്നൊരു മോചനം ഇപ്പോൾ പ്രതീക്ഷിക്കാം, ഈ സമയത്ത് പ്രതീക്ഷിക്കാം. അപ്പോൾ തൊഴിൽപരമായിട്ടും പിന്നെ അപകീർത്തിപരമായിട്ടുള്ള കാര്യങ്ങൾക്കും വീട് സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്ക് എല്ലാത്തിൽ നിന്നും ഒരു മോചനം പ്രതീക്ഷിക്കാം. പൊതുവെ ഈ വാരം നന്നായിരിക്കും. മകരരാശി. ഉത്രാടത്തിൻ്റെ മുക്കാലും തിരുവോണം അവിട്ടത്തിൻ്റെ ആദ്യത്തെ 30 നാഴിയും കൂടി ചേരുന്ന 2.25 നക്ഷത്രമാണ് മകരരാശി. മകരരാശിക്ക് ആരോഗ്യപരമായിട്ട് കുറച്ച് ബുദ്ധിമുട്ടും പ്രയാസങ്ങളുണ്ടാവും. ദാമ്പത്യ സുഖം പ്രതീക്ഷിക്കാം. പിതൃഗുണവും പിതൃസമ്പത്ത് ലഭിക്കും. സന്താന ഗുണം പ്രതീക്ഷിക്കാം. സഹോദരാദി സഹായങ്ങളൊക്കെ ലഭിക്കും. മാതൃഗുണവും മാതൃസമ്പത്തും ലഭിക്കാനിടയുണ്ട്. ആരോഗ്യപരമായിട്ടുള്ള പ്രയാസങ്ങളും അസ്വസ്ഥതകളും വിഷമങ്ങളും ഒഴിച്ചാൽ പൊതുവെ ഈ വാരം നല്ലതാണ്. അപ്പോൾ ശരീരത്തിൽ മുറിവ്, പൊള്ളൽ, അപകടങ്ങളൊക്കെ വരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ദോഷപരിഹാരമായിട്ട് ശുഭാപ്രീതി വരുത്തുക. ബുദ്ധിമുട്ടും പ്രയാസങ്ങളൊക്കെ മാറി ഐശ്വര്യം ഉണ്ടാവും. സാമ്പത്തികമായിട്ട് അത്ര നല്ല സമയമല്ല. ചെലവുകൾ വർദ്ധിക്കാൻ സാധ്യതയുണ്ട്. ആരോഗ്യം പ്രത്യേകം ശ്രദ്ധിക്കുക.
കുംഭരാശി അവിട്ടത്തിൻ്റെ അവസാനത്തെ 30 നാഴികയും ചതയവും പൂരിട്ടായുടെ മുക്കാലും കൂടി ചേരുന്ന 2.25 നക്ഷത്രമാണ് കുംഭരാശി. കുംഭരാശിക്കാർക്ക് ഈ വാരം ദാമ്പത്യ സുഖക്കുറവും ബന്ധുജന വിരോധവും ശാരീരിക ക്ലേശങ്ങളും ശത്രുദോഷങ്ങളും അലച്ചിലും അനുഭവപ്പെടാൻ സാധ്യതയുണ്ട്. സഹോദരാദി ഗുണം ഈ വാരത്തിലുണ്ടാവും. സന്താന ഗുണം പ്രതീക്ഷിക്കാം. കർമ്മസംബന്ധമായിട്ട് നേട്ടങ്ങളുണ്ടാവും. ഭാഗ്യപുഷ്ടി അനുഭവപ്പെടും. ഉദ്ദേശിക്കുന്ന പല കാര്യങ്ങളിലും വിജയസാധ്യത ഉണ്ടാവും. നല്ലൊരു വാരമായിട്ട് തന്നെ കുംഭരാശിക്കാർക്ക് വളരെ നല്ലതാണ്. പക്ഷേ ദാമ്പത്യപരമായിട്ട് ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ സംസാരിച്ച് വടി കൊടുത്ത് അടി വാങ്ങിക്കുമ്പോൾ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ സംസാരിച്ച് കുടുംബ വഴക്കുകളോ കലഹങ്ങളോ വരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. മുൻകോപം പിടിവാശി കഴിയുന്നു കുറയ്ക്കുന്നത് വളരെ നന്നായിരിക്കും. മീനൻ രാശി പൂരിട്ടായുടെ അവസാനത്തെ 15 നാഴി ഉത്രട്ടായ രേവതിയും കൂടെ ചേരുന്ന 2.25 നക്ഷത്രമാണ് മീനൻ രാശി. മീനൻ രാശിക്കാർക്ക് ഇപ്പോൾ ഏഴരശനി കാലമാണ്, ജന്മശനി കാലമാണ്. സാമ്പത്തിക ഇടപാട് ശ്രദ്ധിക്കണം, ആരോഗ്യം ശ്രദ്ധിക്കണം. മനസ്സിന് എപ്പോഴും അസ്വസ്ഥതകളോ ബുദ്ധിമുട്ടോ പ്രയാസങ്ങളോ ഒക്കെ ഉണ്ടാവാം. വാഹന സംബന്ധമായിട്ടുള്ള നേട്ടങ്ങളുണ്ടാവും. ശത്രുക്കളിൽ നിന്നുള്ള ഉപദ്രവങ്ങളൊക്കെ ഉണ്ടെങ്കിലും അത് മാറിക്കിട്ടും. ഗൃഹസംബന്ധമായിട്ടും വാഹന സംബന്ധമായിട്ടും കുറച്ച് അനുകൂലമായിട്ടുള്ള സമയമാണ്. ഉദ്ദേശിക്കുന്ന പല കാര്യങ്ങളും വിജയസാധ്യത ഉണ്ടാകും. തടസ്സങ്ങൾ പൂർണ്ണമായിട്ടും മാറിക്കിട്ടും. സ്വന്തമായിട്ട് വീട് വയ്ക്കുന്നതിനും വാഹനം വാങ്ങിക്കുന്നതിനും അനുകൂലമായിട്ടുള്ള സമയമാണ്. പൊതുവെ ഈ വാരം നല്ലതാണ്. ഈ ആഴ്ചത്തെ വാരഫലം ഇവിടെ അവസാനിക്കുന്നു. വീണ്ടും അടുത്ത ആഴ്ച കാണാം. കത്തുകൾ അയക്കേണ്ട വിലാസം: ഡോക്ടർ ആറ്റുകാൽ രാധാകൃഷ്ണൻ, രമാ ജ്യോതിഷാലയം, മണക്കാട് PO, തിരുവനന്തപുരം 9. മൊബൈൽ നമ്പർ 9447471711.